ഉബൈദുള്ള പറഞ്ഞല്ലോ, സമരത്തിന് എങ്ങനെ ഇരിക്കാന്ന്. ഞങ്ങൾ 51 ദിവസം ഇരുന്നു. എന്റെ ജീവിതത്തിൽ മുസ്ലിം ലീഗിന്റെ ഈ ഹിദ്മത്തിനിടയിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ ഏറ്റവും നല്ലൊരു വേദിയായി ഞാൻ ആ അലിഗഡ് ഓഫ് ക്യാമ്പസിന്റെ ധർണയേക്കാണ് എനിക്കൊരു അവിടെ പ്രസംഗിക്കാൻ അവസരം കിട്ടി. ഞാൻ ഇന്ന് ഓർക്കുക, 51 ദിവസം 5-1 ഞങ്ങൾ അവിടെ ഇരുന്ന്. നിങ്ങൾ അനിശ്ചിതകാല രാപ്പകൽ സമരം. ഇപ്പോഴും ഉണ്ട് ഫ്ലക്സ് ബോർഡ്, എടുത്തുവെച്ചോളി മര്യാദക്കത്. അനിശ്ചിതകാലം എന്ന് പറഞ്ഞപ്പോ നാളാരോ ജാഥണ്ട് പറഞ്ഞു മാറ്റിച്ചേരും ഒരാൾ. അപ്പൊ ഒരു സഖാവ് ചോദിച്ചിട്ടേ എത്ര ദിവസമാണ്? 5-6 ദിവസം ഉണ്ടാവുന്നതാണ്. അതിനൊന്നും ഞാനില്ല, 5-6 ദിവസം ഒന്നും ഇരിക്കാൻ പറ്റില്ല, അനിശ്ചിതകാലാണെങ്കിൽ വരാറ്. കാരണം അത് വേണ്ട ജീവിതത്തിരപ്പോ അതെങ്ങനെയാണാവോ? അനിശ്ചിതകാലത്തിന്റെ അർത്ഥമൊക്കെ മാറിപ്പോ അനിശ്ചിതകാലാണെങ്കിൽ ഞാൻ വരാറ്. അപ്പൊ ഈ സാധുക്കൾ പോയി. നിങ്ങൾ ആലോചിക്കണം, ഇരുന്നു കുറച്ചൊക്കെ കഴിഞ്ഞപ്പോ ഇങ്ങനെ തുടങ്ങി വയറുവേദനയും പ്രശ്നമൊക്കെ. അപ്പൊ അത്യാവശ്യം VIP ലീഡേഴ്സൊക്കെ സാന്റിയാഗോ മാർട്ടിൻ അങ്ങനെയുള്ള കുറെ ടീമിന്റെ ഒക്കെ വലിയ വലിയ കാര്യപ്പെട്ടവരെ ലോഡ്ജിലും അവിടെ ഇവിടെയൊക്കെ പോയി തങ്ങി അവരാവശ്യമൊക്കെ നിർവഹിച്ചു. ബാക്കിയുള്ള ഇവിടുന്ന് വിളിച്ച് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് നല്ല വയറുവേദന എവിടെയാണ്. അപ്പൊ ഓന്റെ ഫോണിൽ ഇങ്ങോട്ട് കേൾക്കുന്നത് താങ്കൾ ക്യൂവിലാണെന്നാണ്. ഈ സമയത്ത് ക്യൂവിലും കൂടി നിന്നാ എന്താവും സ്ഥിതി? AKG സെന്ററിൽ ചെന്നപ്പോ 3-4 ടോയ്ലറ്റാണുള്ളത്. അത് പറഞ്ഞു ഞാൻ ആദ്യം പോണം, എന്നെക്കായി മുമ്പ് ഞാനാ മെമ്പർഷിപ്പ് എടുത്ത് തരണി. അത് പറ്റൂല, ഓൻ ലോക്കൽ സെക്രട്ടറിയെ ഗുരുത്തക്കേട്ടോ, ഓൻ ആദ്യം പോട്ടെ. തർക്കമായി അങ്ങനെ പറ്റിയൊരു കയറിയിരുന്നു. അവസാനം പറഞ്ഞു ഒരു നിവൃത്തിയില്ല, നമ്മൾ എന്താ ചെയ്യാൻ? ആവശ്യങ്ങൾ നിർവഹിക്കണ്ടേ? ആ സമയത്താണ് ആരോ പറഞ്ഞത് അവർ ഒഴിഞ്ഞ പറമ്പ് കാണുന്നത് കൈരളി ചാനലിന്റെ പറമ്പാണ്. എല്ലാവരും കൂടി അങ്ങണ്ടാണ്ട് ചാടി സംയുക്ത ആഭിമുഖ്യത്തിൽ ഒന്നിച്ചാണ്ടിരുന്നതിന് ശേഷം ആവശ്യമാണ്ട് നിറവേറ്റി. അപ്പോഴാണ് തോമസ് ഐസക്കിന് ഒരു പ്രസംഗം വന്നത്. സെക്രട്ടേറിയറ്റിലേക്ക് ഒരു ഈച്ച പോലും കടക്കില്ല എന്ന്. കാരണം ഫുള്ള് ഈച്ചകളും കൈരളി ചാനലിന്റെ പറമ്പിലായിപ്പോയി. ആളുകൾ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു ഈച്ച പോലും കടന്നില്ല. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിക്കാൻ, ഞാൻ പറയുന്നത് നിങ്ങൾ വലിയ ബുദ്ധിജീവികളെന്ന് പറയുന്നുണ്ട്. എന്ത് ബുദ്ധി ഞങ്ങൾക്കുള്ളത്? 2 പമ്പേഴ്സ് വാങ്ങാൻ ബുദ്ധിയില്ലേ? നിങ്ങൾ എന്തിനാടോ ബുദ്ധിജീവി എന്ന് പേരിട്ട് നടക്കണേ? പിടിച്ചു നിൽക്കണ്ടേ? 2 ദിവസം അത് അറിയുമ്പോ മുദ്രാവാക്യം വേറെ വരും. എന്താ? ഇതുപോലൊരു നാറിയ സമരം കേരള ജനത കണ്ടിട്ടില്ല. അത് സമരം വേറെ വരും. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പൊ എന്താണെന്നറിയോ? അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ സമരത്തിലിരിക്കുന്ന സമരഭടന്മാരെ, നമ്മുടെ ആവശ്യങ്ങൾ നടന്നിരിക്കുന്നു. ഏതാ ആവശ്യം? കൈരളി ചാനലിൽ പോയിട്ട് ആ ആവശ്യം നടന്നത്, അല്ലാണ്ട് മുഖ്യമന്ത്രി രാജിവെച്ചിട്ടില്ല. അങ്ങനെ കണ്ടിക്കണ്. പിണറായി വിജയൻ പറഞ്ഞു സമരം അവസാനിപ്പിച്ചിരിക്കുന്നു, ഭാഗികമായി നമ്മൾ ഉന്നയിച്ച കാര്യങ്ങൾ നേടിയിരിക്കുന്നു. ജുഡീഷ്യൽ അന്വേഷണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ ഉമ്മൻചാണ്ടി രാജിവെച്ചിട്ടില്ല. ഇവരങ്ങണ്ട് വണ്ടി കയറുമ്പോൾ ഉമ്മൻചാണ്ടിയാണ്, ഓരവിടെ ഇരുന്നപ്പോഴും ഉമ്മൻചാണ്ടിയാണ്, പെരേല് ഇവര് തന്ന് ഇറങ്ങിയപ്പോഴും ഉമ്മൻചാണ്ടിന്റെ മുഖ്യമന്ത്രി. പിന്നെ എന്തിനാ നിങ്ങൾ പോയി എന്ന് ഓരോരുത്തർ ചോദിക്കുന്നു. യാതൊരു പിടുത്തില്ല. അപ്പൊ ഇവര് പറഞ്ഞു മുഖ്യമന്ത്രിയും മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലേക്ക് പോകൂല, ഒന്ന് കാണട്ടെ. അപ്പൊ മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലേക്കാണ് പോയി. അപ്പോൾ പറഞ്ഞു പോയവര് ഇങ്ങോട്ട് വരൂല, മന്ത്രിമാരൊന്നും കൂടി ഇങ്ങോട്ട് തന്നെ വന്ന്. അപ്പൊ ഇവര് ഞങ്ങൾ നമ്മളെ മക്കാറാക്കല്ലിട്ട നമ്മളിങ്ങനെ ഒരു സമരത്തിൽ പോയതാ. ഞാൻ മാറ്റിട്ട് പാർട്ടിയുടെ ചരിത്രത്തിലെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് വിജയം വരെയാണ് സമരം. ഇപ്പൊ ഏതാന്ന് പറയാം, ഇപ്പൊ വിജയം പറയുന്നത് വരെ സമരം. പിണറായി വിജയൻ VS പറഞ്ഞല്ലോ, വിജയം പറയുന്നതായില്ല. നമ്മൾ വിചാരിച്ച തേങ്ങ ഇടുന്ന വിജയനാന്നല്ല, പിണറായി വിജയനാണ്. പണ്ട് വിജയം വരെ സമരമായിരുന്നു. ഇപ്പൊ വിജയൻ പറയുന്നത് വരെയാണ് സമരം. വിജയം പറഞ്ഞ് എല്ലാരും പോയിക്കോളൂ, സമരത്തിൽ നമ്മൾ ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മറ്റേ തന്ത്രല്ല അവിടെ ഇരിക്കണം, അച്യുതാനന്ദൻ. അയാൾ ഉസരുള്ള വാപ്പാന്റെ കുട്ടിയാണെങ്കിൽ പറയണ്ടേ, പിണറായി എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഇരിക്കട്ടെ അവിടെ. ഞാൻ പുന്നപ്ര വയലാറിന്റെ ശ്രോതാക്കന്മാരെ കുർത്തിപ്പെട്ട മനുഷ്യനെ, അങ്ങക്കറിയില്ല. നിങ്ങൾ അവിടെ ഇരിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം. ഒരാവശ്യം നമുക്ക് നേടിത്തന്നില്ല, എന്റെ വർത്താനാണ് എന്ന് പറഞ്ഞിട്ട് ആ സഖാക്കളികൾ പിടിച്ചിരുത്തണ്ടേ. സാധുക്കിരുന്നോ ഇങ്ങനെ ഉറങ്ങി തൂങ്ങിയായിരുന്നു. ആ ഉറങ്ങി തൂങ്ങുന്നതിലെ ഇടക്ക് പിണറായി ഇയാളെ ചായച്ച് തീർന്നിക്കണ് അറിഞ്ഞു. മൂപ്പര് കുഴഞ്ഞ് നീച്ചിട്ട് അറിഞ്ഞ് തീർന്നിക്കണ്. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തുണ്ടായിരുന്നു ഇതേമാതിരി ഒരു അബോക്കര്. എവിടെ അബോക്കറില്ലല്ലോ, ഉറങ്ങി തൂങ്ങണ അബോക്കർ. ഏത് നേരം ഇരുന്ന അബോക്കർ ഉറങ്ങി തൂങ്ങിയാണ്ടിരിക്കും. മാഷ അനിങ്ങിയ അവനോട് ചോദ്യം ചോദിക്കുള്ളൂ. ഓന്റെ അടുത്ത് വലിയൊരു കുത്തിത്തിരിപ്പേരെ ഇരുത്തുണ്ട്, അനിങ്ങ തിരിപ്പ. അപ്പോ മാഷ് ചോദിച്ചു, ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആര്? അബോക്കര് പറയുന്നു. അബോക്കർ ഉറക്കത്തിൽ നിന്ന് നെട്ടി നീച്ചിട്ട് എടുത്തിരിക്കണ ഈ തിരുപ്പനോടാ ചോദിക്കുന്നു. എന്തേ മാഷ് പറഞ്ഞു? അന്റെ വാപ്പാന്റെ പേരെന്താണ്? എടുത്തയക്കുക നീച്ചിരുന്നാണ്ട് അറിഞ്ഞി കുന്നുമ്മൽ കുഞ്ഞിക്കോയാണ് രാഷ്ട്രപതിയെ. അതുകൊണ്ട് കേട്ടെ എന്ന മാതിരി സാധു
ഈ സാധു പറഞ്ഞു സമരം തീർന്നിരിക്കുന്നു, വേഗം സമരത്തിൽ പങ്കെടുത്തു, പിരിച്ചുവിട്ടു. BS പറഞ്ഞല്ലോ, നിങ്ങൾക്കറിയോ വെടിവെപ്പ് ഭയന്നിട്ടാണ് ഞങ്ങൾ ഈ സമരം പിൻവലിച്ചത്. വെടിവെപ്പ് ഭയന്നിട്ടാണ്. ടിയർ ഗ്യാസ് എവിടെ പൊട്ടിയെന്നുള്ള പേപ്പറിലെ റിപ്പോർട്ട് വായിച്ചപ്പോൾ തന്നെ തലറ്റി വീണ ആളായി അച്യുതാനന്ദൻ. പിന്നെ അതിന്റെ ആരെങ്കിലും ഒരു ഫ്രൂട്ടിമ ചവിട്ടൻ തന്നെ മുമ്പർക്ക് ബേജാറാണ്. ഇയാളൊക്കെ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്തു. എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല, എന്ത് പറഞ്ഞിട്ടും എനിക്ക് തോന്നണില്ല ഇയാൾ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്തു. കഴിയില്ല. ഈ വെടിവെപ്പ് കാലത്തൊക്കെ കേട്ടാ തലറ്റി വീഴുന്ന ഇയാളെങ്ങനെ ഇതിൽ പങ്കെടുക്കുക? പോന്നു സമരം. ഇപ്പൊ എന്താ പറയുന്നത്, ഉമ്മൻചാണ്ടിനെ ഞങ്ങളിഞ്ഞ് മഞ്ചേരിയിൽ വെച്ച് കണ്ടോളാണ്. വലിയ ഭർത്താനായി 1.5 ലക്ഷം ആൾക്കാരായിട്ട് അങ്ങോട്ട് പോയിട്ട് കാണാൻ പറ്റിയില്ല. എന്റെ നാട്ടിലൊരു ചങ്ങാതി പണ്ട് കാശ് കൊടുക്കാണ്ടായിട്ട് മൂപ്പര് പറഞ്ഞു, ഞാൻ ഓന് തരാനുള്ളത് തന്നേ ഞാൻ അടക്കും, അതെനിക്ക് കിട്ടണം, ഞാൻ പിന്നാലെ അടച്ചവന്റെ. അങ്ങനെ ആൾക്കാരെ മുമ്പിൽ വെച്ച് ഓൻ പ്രഖ്യാപിച്ചു, വരച്ച വരയിൽ വെച്ച് അടുത്ത 11-ാം തീയതി പൈസ ഞാൻ വാങ്ങുന്ന. എന്നിട്ട് പേര് ചോക്കെടുത്തിട്ട് ഒരു വരയും വരച്ചിട്ട് ഇങ്ങനെ കാത്തിരുന്നു. പൈസ തരാനുള്ളവന് ആ വരയും ചാടി കിടന്നാണ്ട് പോയി. അപ്പൊ ഇവൻ പറയും, ഒരു വരയും വരച്ചിട്ട് എനിക്ക് നിൽക്കാൻ ഉസറും പുള്ളിയില്ലെങ്കിൽ ഞാൻ ചെല്ലുകയാണ്. അതിലെന്താ കാര്യം? സംഗതിന്റെ കിട്ടണ്ടേ, പൈസ ഉണ്ട് കിട്ടിപ്പോരണ്ടേ? വെറുതെ നിന്നിട്ട് ബടായും കുളുകളക്കിട്ട് എന്താ കാര്യം? ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയോ, ഉമ്മൻചാണ്ടിനെ നമുക്ക് ഇനി അവിടുന്ന് കാണാം. ഉമ്മൻചാണ്ടിനെ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, കരിങ്കൊടി കാട്ടിയാൽ മതി. ഇപ്പൊ പറഞ്ഞ് കരിങ്കൊടി ഒന്നും കാട്ടണ്ട, ഒരു കറുപ്പുശീല കിട്ടാനില്ല. പീടികളൊക്കെ ഒരു അനങ്ങിയ കാര്യം. ഇപ്പൊ അടുത്ത കാലത്ത് CPM പോയ ഒരു ചങ്ങായിനോട് പറയാം, പൊന്നാരമാണ് ഞാൻ കട്ട പുകലാറ്. എന്ത് ചോദിച്ചു? എനിക്ക് ആ ചെങ്കൊടി കൊടുക്കാനുള്ള വിധി കിട്ടിയിട്ടില്ല. 1.5 കൊല്ലായിട്ട് ഈ കരിങ്കൊടി തന്നെ വീശ, കരിങ്കൊടി തന്നെ, എന്നും കരിങ്കൊടി. കൊടി ഇട്ടുകൊണ്ടിരുന്ന അണ്ണാണെങ്കിൽ ഞാൻ ചുവന്ന കൊടിയിട്ടല്ലോ പറയും, കറുത്ത കൊടിയാണ് ഈ കൊടിയല്ല. ഇവനക്ക് ആകെ ഈ കരിങ്കൊടി വീശാനുള്ള വിധി ഉണ്ടായിട്ടുള്ളൂ.